ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എത്ര ഭാഗ്യമേ ഞാൻ യേശുവിന്റെ സ്വന്തം. ഓ ജീവൻ തന്നു വീണ്ട സ്നേഹബന്ധം, തന്റെ മാവിൻ ചൂഴലിൽ ആയുരന്തം ഞാനും ചേർന്നു വാഴും എന്താനന്ദം. എത്ര ഭാഗ്യമേ ഞാൻ യേശുവിന്റെ സ്വന്തം. ഓ ജീവൻ തന്നു വീണ്ട സ്നേഹബന്ധം, തന്റെ മാവിൻ ചൂഴലിൽ ആയുരന്തം ഞാനും ചേർന്നു വാഴും എന്താനന്ദം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. എന്റെ യേശു നിമിത്തം അപമാനം ഭൂവിലേക്കുന്നതല്ലോ അഭിമാനം. ലോക സമ്പത്തുമെല്ലാ സ്ഥാനമാനം വെറും ചപ്പെന്നെണ്ണും ഞാൻ ക്രിസ്തു മൂലം. എന്റെ യേശു നിമിത്തം അപമാനം ഭൂവിലേക്കുന്നതല്ലോ അഭിമാനം. ലോക സമ്പത്തുമെല്ലാ സ്ഥാനമാനം വെറും ചപ്പെന്നെണ്ണും ഞാൻ ക്രിസ്തു മൂലം. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. ഓ ഭാഗ്യം ഭാഗ്യം എത്ര ഭാഗ്യമേത്, വർണ്ണിച്ചാലും തീരാത്ത ശ്രേഷ്ഠ പദവീത്. നിജപാതീയാം ഞാൻ സ്വർഗ പൗരനായത്, അതിശയം അവന്ദനീയമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചരിതം കേട്ട് ഓടി വന്ന ഒരു മനുഷ്യനാണ് സഖായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ നമുക്ക് അവനെ കാണാം. കർത്താവ് യേശു സഖായിയോട് 2 വാക്യമേ പറഞ്ഞുള്ളൂ. 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സഖായിയോട് കർത്താവ് യേശു പറഞ്ഞു. സഖായി ഒരു ചുങ്കക്കാരനായിരുന്നു. ഈ ലോകത്തിന്റെ വഴിയെ നടന്നൊരു മനുഷ്യനായിരുന്നു. യേശുവിനെ വേണ്ടാത്തൊരു മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പണവും പ്രതാപവുമായി നടന്നൊരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശുവിനെ കാണണമെന്നുള്ളതായ ഒരാഗ്രഹം
ഒരു ദാഹം, ഒരു തീ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യേശുവിനെ കാണണമെന്നുള്ളതായ ഒരു തീ, യേശുവിനെ അറിയണമെന്നുള്ളതായ ഒരു ദാഹം. പ്രിയപ്പെട്ടവരെ, നിസ്സാരനായ എൻ്റെ ജീവിതത്തിൽ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നപ്പോൾ കിട്ടിയത് ആ ദാഹമാണ്. എൻ്റെ പ്രിയ ചരിതം കേൾക്കുക. ഞാൻ എൻ്റെ പള്ളിയിലെ ദേവാലയത്തിൽ ഒരു ശുശ്രൂഷക്കാരൻ്റെ മകനാണ്. ഞാൻ പഠിച്ചു, കൃപയാൽ ദൈവം എന്നെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രീ ഡിഗ്രിക്ക് തോറ്റു. എന്നാൽ പിന്നെ ഞാൻ പഠിച്ചു പാസ്സായി. ഞാനൊരു എഞ്ചിനീയറായി, കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞാൻ ദേവാലയത്തിലെ ശുശ്രൂഷക്കാരനായിരുന്ന കാലത്തും യുവാക കൂതാശിയിലെല്ലാം ഈ പാട്ട് പാടാറുണ്ടെങ്കിലും എൻ്റെ പ്രിയ ചരിതം ഞാൻ കേട്ടത് സുവിശേഷ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ചരിതം കേട്ടു, ക്രിസ്തുവിനെ അറിയാനിട വന്നു, ക്രിസ്തുവിനെ അറിഞ്ഞു, ഒരു ദാഹമുള്ളവനായി മാറി. സക്കായി ദാഹമുള്ളവനായി മാറി. സക്കായിയോട് യേശു പറഞ്ഞു, നീ വേഗം ഇറങ്ങി വാ. എന്തിനാ ഇറങ്ങി വരുന്നത്? എനിക്ക് നിന്റെ വീടിനകത്തൊന്ന് പരിശോധിക്കണം, എനിക്ക് നിന്റെ വീട്ടിലൊന്ന് പാർക്കണം, അവിടെ ഒന്ന് പരിശോധിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എങ്ങനെ ഒരു വീട് വിട്ടുകൊടുക്കുവോ? കർത്താവായ യേശു നിങ്ങളുടെ വീടൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? കർത്താവായ യേശു നിങ്ങളുടെ വീട്ടിൽ വന്ന വീടൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? പ്രിയപ്പെട്ടവരെ, സക്കായി അവിടെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ സക്കായിയോട് യേശു പറഞ്ഞു, നീ വേഗം ഇറങ്ങി വാ. എന്തിനാ ഇറങ്ങി വരുന്നത്? നിന്റെ വീട് എനിക്കൊന്ന് പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ദാഹമുണ്ട്? കർത്താവായ യേശു എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീടൊന്ന് പരിശോധിച്ച് നോക്കണം, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്ന് കണ്ടു നോക്കണം, അവിടെ പറയുന്ന വർത്തമാനങ്ങളൊന്ന് കേട്ടു നോക്കണം, അവിടുത്തെ പെരുമാറ്റം കർത്താവെന്ന് അറിഞ്ഞു നോക്കണം, അവിടെ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം നടക്കുന്നു. ഇത് കർത്താവായ യേശു ആ ഭവനത്തിൽ വരണമെന്നുള്ളതായ ദാഹം എത്ര പേർക്കുണ്ട്? വ്യക്തമായി പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇറങ്ങി വരാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട് ഒന്ന് പരിശോധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വീട് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അനേകരാണെങ്കിൽ മാറിയിരിക്കുമായിരുന്നു. പക്ഷേ സക്കായിക്ക് ആത്മാവിൽ തീയുള്ളവനായിരുന്നത് കൊണ്ട് സക്കായി വേഗം താഴോട്ട് ഇറങ്ങി വന്നു. സക്കായി താഴോട്ട് ഇറങ്ങി വന്നു. കർത്താവേ, എനിക്ക് സമ്മതമാ, നീ എൻ്റെ വീട്ടിലേക്ക് വരണം, നീ എൻ്റെ വീടൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെയാണ് ആത്മീയ ദാഹം, അവിടെയാണ് ആ ബന്ധം ആരംഭിക്കുന്നത്, അവിടെയാണ് ആ ക്രിസ്തുവായുള്ളവൻ്റെ കൂട്ടായ്മയുടെ ആരംഭം കുറിക്കുന്ന അവിടെയാണ്. ഞാൻ നിന്റെ ജോലി സ്ഥലമൊന്ന് കാണട്ടെ എന്നല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്റെ പള്ളി ഒന്ന് കാണട്ടെ എന്നല്ല പറഞ്ഞത്. നീ ആരാധനയ്ക്ക് പോകണ കൂട്ടായ്മയൊന്ന് കാണട്ടെ എന്നല്ല പറഞ്ഞത്. ഞാൻ നിന്റെ വീടൊന്ന് കാണട്ടെ, ഞാൻ നിന്റെ ഭവനത്തിലേക്കൊന്ന് വരട്ടെ, ഞാൻ അവിടുത്തെ സംസാരമൊക്കെ ഒന്ന് കാണട്ടെ, ഞാൻ അവിടുത്തെ പെരുമാറ്റമൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, ഞാൻ അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയട്ടെ. സഹോദരങ്ങളെ, സക്കായിക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല. അത് കേട്ട സക്കായിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാരണം സക്കായിക്ക് അറിയാമായിരുന്നു ഒന്നും ശരിയല്ലെന്നറിയാമായിരുന്നു, ഒന്നും ശരിയല്ല എന്ന് സക്കായിക്ക് അറിയാമായിരുന്നു. പക്ഷേ യേശു എൻ്റെ വീട്ടിലേക്ക് വരുന്നത് നല്ലതാണെന്ന് സക്കായിക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഒരു ക്രൈസ്തവ ചൈതന്യം ആരംഭിക്കുന്നത്. നല്ലതല്ല എന്നറിയാം, ചീത്തയാണെന്നറിയാം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം, നമ്മളെ കണ്ടറിയുന്ന ദൈവം, കേട്ടറിയുന്ന ദൈവം, മനസ്സിലാക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം മോശയ്ക്ക് കൽപ്പനകൾ എഴുതി കൊടുത്ത് 10 കൽപ്പനകൾ. പ്രിയപ്പെട്ടവരെ, കൽപ്പലകയിൽ കൈവിരലുകൊണ്ട് മോശയ്ക്ക് 10 കൽപ്പനകൾ ദൈവം എഴുതി കൊടുത്തു. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും പാപം ദൈവം എവിടെയാണ് എഴുതുന്നതെന്നറിയാവോ? എന്തുകൊണ്ടാണ് എഴുതുന്നതെന്നറിയാവോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. യെരമ്യാ 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. ദൈവമക്കളുടെ പാപം, ദൈവമക്കളെന്ന് പറയപ്പെടുന്നവരുടെ പാപം, ക്രൈസ്തവന്റെ പാപം, കൂട്ടായ്മക്കാരുടെ പാപം, പ്രസംഗിക്കുന്നവന്റെ പാപം, ആചാര്യന്മാരുടെ പാപം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വേലക്കാരന്റെ പാപം, യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും ഞാൻ എഴുതി വച്ചിരിക്കുന്നു. എവിടെ? അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. നിന്റെ പാപം നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നിനക്ക് കാണാം. അത് ദൈവമാണ് എഴുതിയിരിക്കുന്നത്. പാപബോധം നിനക്ക് വെറുതെ വന്നതല്ല.
അത് നിന്റെ മനസാക്ഷി കൊണ്ട് വന്നതല്ല. നീ തെറ്റ് ചെയ്തു എന്നുള്ളത് നിത്യനായ ദൈവം ഇരുമ്പഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും നിന്റെ ഹൃദയത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം, നിത്യനായ ദൈവത്തിന്റെ വചനം, മനുഷ്യന്റെ പാപം അവന്റെ ഹൃദയത്തിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. സഖായിയുടെ ഹൃദയത്തിലും അവന്റെ പാപം അവൻ കണ്ടെത്തിയിരുന്നു. സഖായിയുടെ ഹൃദയത്തിലും അവൻ അറിയാമായിരുന്നു അവന് പാപമുണ്ടെന്നറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശു അവനോട് പറഞ്ഞത്, ഇറങ്ങി വാ, ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, അവന്റെ പാപം മൂലം അവന്റെ ഭാരമാണ്, അവന്റെ പാപം മാറാനുള്ള ദാഹമാണ് അവനെ താഴത്തേക്ക് ഇറക്കിയത്. അവന്റെ പാപം മാറാനുള്ള ദാഹം മൂലമാണ് അവൻ താഴത്തേക്ക് ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവനെ, നിന്റെ പാപം എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ വിഗ്രഹാരാധന എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഇവിടെ ബലിപീഠത്തിന്റെ കൊമ്പുകൾ എഴുതിയിട്ടുണ്ട്. നീ ആരെയാണ് ആരാധിക്കുന്നത്? നീ ആർക്കാണ് വില കൊടുക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഒരു ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക്, പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തു. അവൻ ഉയർത്തുവാൻ ഒരാളേ ഉള്ളൂ. അവൻ ഉയർത്തുവാനുള്ളത് ഒരു സഭയുമല്ല, ഒരു കൂട്ടായ്മയുമല്ല, ഒരു പ്രസ്ഥാനവുമല്ല, ഒരു സുവിശേഷകനെയുമല്ല. പ്രിയപ്പെട്ടവരെ, ഒരുവനെ മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം, ഒരുവനെ മാത്രം, ക്രിസ്തുവിനെ മാത്രം. സഹോദര, നിന്റെ ഹൃദയത്തിൽ നീ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ ജീവിത ആവശ്യങ്ങൾ നീ ആരോടാണ് സംസാരിക്കുന്നത്? നിന്നെ സഹായിപ്പാൻ നീ ആരെയാണ് ആശ്രയിക്കുന്നത്? എന്താണ് യഹൂദയുടെ പാപം? 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 5-ാമത്തെ വാക്യം, എന്താണ് പാപം? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. പരിശുദ്ധന്മാരിൽ ആശ്രയിച്ച്, വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞ് ആശ്രയിച്ച്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ലോകത്തിലെ ദൈവവചനം പറയുന്നവരെയും ദൈവവചനം പ്രസംഗിക്കുന്നവരെയും ആരാധിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, നാം ആരാധിക്കേണ്ടത് ഒരുവനെ മാത്രമേ ഉള്ളൂ. നാം വിളിച്ചപേക്ഷിക്കേണ്ടത് ഒരുവനെ മാത്രമേ ഉള്ളൂ. അവനിലാണ് നാം ആശ്രയിക്കേണ്ടത്. അവനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അവനാണ് നമുക്ക് വേണ്ടി മരിച്ചവൻ. അവനാണ് നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ. അവനിലാണ് നാം ആശ്രയിക്കേണ്ടത്. യഹൂദയുടെ പാപം, പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തെ കൂടാതെ മനുഷ്യനെയും ദൈവമായി കണ്ടിരുന്നു. അവർ മനുഷ്യരെയും ദൈവമായി കണ്ടിരുന്നു. വീണ്ടും 11-ാമത്തെ വാക്യം വായിക്കാം. 11-ാമത്തെ വാക്യം, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവന്റെ മധ്യായുസിങ്കൽ അത് അവനെ വിട്ടുപോകും. അതും, പ്രിയപ്പെട്ടവരെ, അതും ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന പാപമാണ്. എന്താണ്? അർഹിക്കാത്ത പണം നിന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അർഹിക്കാത്ത പണം നിന്റെ കയ്യിലുണ്ട്. നിന്റേതല്ലാത്ത സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്. നിനക്ക് തൊടാൻ പാടില്ലാത്ത പണം നീ തൊട്ടിട്ടുണ്ട്. നീ അന്യായമായ സമ്പാദ്യം നിനക്കുണ്ട്. നീ പാടില്ലാത്ത പണം നിന്റെ കയ്യിലുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവനെ, അതെല്ലാം നിന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ വിട്ടുപോകും. അതൊക്കെ നിന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ വിട്ട് മാറിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചനം എഴുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ നാം വിനയത്തോടെ താന്നു കൊടുക്കുക. സക്കായി താഴത്തേക്ക് ഇറങ്ങി. സക്കായിയുടെ വീട്ടിൽ യേശു പോകാൻ തുടങ്ങി. ഉടനെ വാക്കെന്താണ് വന്നത്? 19-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. 19-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, പാപിയായ മനുഷ്യൻ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഓ ജീസസ് വെന്റ് വിത്ത് എ നൊട്ടോറിയസ് സിന്നർ. ഈ മഹാ നൊട്ടോറിയസ് പേഴ്സന്റെ കൂടെ പോയി. മക്കളെ, നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ലോകം നിങ്ങളെ പകയ്ക്കും. യേശുവിൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചാൽ, സമർപ്പണമെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചാൽ ലോകം നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ അപമാനിക്കും, നിങ്ങളുടെ നേരെ അപവാദമുണ്ടാക്കും, നിങ്ങളെ പരിഹസിക്കും. ദൈവമക്കളെ, നിങ്ങൾക്കെതിരെ പലതും വരും. യുനിത പാപിയായ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തീരുമാനിക്കുമ്പോൾ നിന്നവരും അപമാനം വരും, അപഹാസ്യം വരും. അതിനാണ് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ സക്കായി ഇളകുന്നവനായിരുന്നില്ല. മറ്റുള്ളവരെ പരിഹസിച്ചാലും ശരി, സക്കായി ഇളകുന്നവനായിരുന്നില്ല.
സക്കായി ഉറപ്പുള്ളവനായിരുന്നു. അവൻ 2 വഞ്ചിയിൽ കാലുവയ്ക്കുന്നവനായിരുന്നില്ല. അവൻ 2 യജമാനന്മാരെ സേവിക്കുന്നവനായിരുന്നില്ല. അവൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് മാറുന്നവനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവത്തിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ നടക്കാൻ തീരുമാനിച്ചു. പരിഹസിച്ചാലും ശരി, നിന്ദിച്ചാലും ശരി, അപമാനിച്ചാലും ശരി, ഞാൻ യേശുവിൻ്റെ കൂടെ തന്നെ നടക്കുമെന്ന് സക്കായി ഉറപ്പുള്ളവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരെ, യുവജനങ്ങളെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ, മറ്റു സമൂഹത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പേരിൽ, നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുള്ളതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് സമർപ്പണത്തിൽ നിൽക്കാൻ ധൈര്യമുണ്ടോ? കൂട്ടുകാർ നിങ്ങളെ മദ്യഷാപ്പിലേക്ക് വിളിക്കുമ്പോൾ, ഇല്ല ഞാൻ യേശുവിനോട് വാക്ക് പറഞ്ഞു പോയി എന്ന് പറഞ്ഞ്, ഞാൻ യേശുവിന് ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനുള്ള ആത്മാവിൻ്റെ ആ ധൈര്യം നിനക്കുണ്ടോ സഹോദര? സക്കായിക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു. സക്കായിയെ പരിഹസിച്ചു, സക്കായി അപമാനിച്ചു. പക്ഷേ സക്കായിക്ക് അതുകൊണ്ട് സക്കായി പുറകോട്ട് മാറിയില്ല. പ്രിയപ്പെട്ടവർ, എന്തിനാണ് പരിഹസിച്ചത്? സക്കായിയെ പുറകോട്ട് മാറ്റാനായിരുന്നു. എന്തിനാണ് സമൂഹം തന്നെ പരിഹസിക്കുന്നത്? സഹോദരങ്ങളെ, നിങ്ങളെയും എന്നെയും ക്രിസ്തുവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, തകർക്കാൻ വേണ്ടിയിട്ടാണ്, അവൻ്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സക്കായി ധനവാനായിരുന്നു, സക്കായി പണക്കാരനായിരുന്നു. പക്ഷേ അവന് ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നില്ല, അവന് ഒരാത്മീയ ഭാവി ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ആത്മീയ ഭാവി ഉണ്ടോ? നിങ്ങൾക്ക് വീടുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്കൊരു ആത്മീയ ഭാവി ഉണ്ടോ? മരിച്ചാൽ ദൈവരാജ്യത്തിലെത്തുമെന്ന് ഉറപ്പുണ്ടോ? ക്രിസ്തുവിൻ്റെ പാപം ക്ഷമിച്ചു തന്നു എന്നൊരു ഉറപ്പുണ്ടോ? ഞാൻ യേശുവിനോട് വാക്ക് പറഞ്ഞു എന്നൊരു ഉറപ്പുണ്ടോ? ഞാൻ യേശുവിൻ്റെ മകനായി ജീവിക്കും, മകളായി ജീവിക്കും എന്നുള്ള ഉറപ്പുണ്ടോ? ഏത് സാഹചര്യം വന്നാലും ശരി, അറിഞ്ഞുകൊണ്ടൊരു പാപത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പുണ്ടോ? പ്രിയപ്പെട്ടവരെ, സക്കായി ആ സമർപ്പണമുള്ളവനായിരുന്നു. സക്കായിക്ക് ആത്മീയ ഭാവി മാത്രം ഉണ്ടായിരുന്നില്ല. ഇന്ന് അനേക ക്രൈസ്തവരും ദൈവമക്കളെ, എനിക്കും ഒരു ആത്മീയ ഭാവി ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും ഈ ലോകത്തിൻ്റെ വഴിയെ നടന്നവനായിരുന്നു. എഞ്ചിനീയർ എന്നുള്ള ഉദ്യോഗമൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിലും എൻ്റെ ആത്മാവ് നരകത്തിലേക്ക് പായുന്നതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാൻ താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. എൻ്റെ പാപം ഞാൻ കണ്ടെത്തിയത്. നീ നിന്റെ പാപത്തിലേക്കൊന്ന് കടന്നു നോക്കുക. നീ ഭാവിയുള്ളവനാണ്, ഭാവി ഇല്ലാത്തവരാരുമില്ല. പ്രവാചകൻ പറയും, യെശയ്യാ പ്രവാചകൻ പറയും, 56-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയും, ഒരു ഷണ്ണൻ പോലും പറയരുത് ഞാനൊരു ഉണങ്ങിയ മരമാണെന്ന്. ഷണ്ണനായ ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമല്ലോ ഷണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. അവൻ പോലും തന്നെത്താൻ നോക്കി പറയരുത് എനിക്ക് ഭാവിയില്ല എന്ന്. സഹോദരങ്ങളെ, നിങ്ങളാരും പറയരുത്. നിങ്ങൾക്ക് ഭാവിയുണ്ട്, നിങ്ങൾക്ക് ഭാവിയുണ്ട്. നിങ്ങൾക്ക് ഭാവി തരാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത്. അങ്ങനെ നിന്റെ രോഗം മാറ്റാനാണ് യേശു തൻ്റെ രോഗം സഹിച്ചുകൊണ്ട് കാൽവരിയിൽ മരിച്ചത്. നിന്റെ പരാജയം മാറ്റാനാണ് യേശു കാൽവരിയിൽ പരാജിതനെ പോലെ ക്രൂശിൽ മരിച്ച് അവർ 3-ാം നാളിൽ വിജയിയായി എഴുന്നേറ്റ് വന്നത്. നിന്റെ പരാജയം മാറ്റാനാണ്, നിന്റെ ബലഹീനത മാറ്റാനാണ്, നിന്റെ രോഗം മാറ്റാനാണ്, നിന്റെ കഷ്ടത മാറ്റാനാണ്, നിന്റെ ദാരിദ്ര്യം മാറ്റാനാണ്, നിനക്ക് നന്മ വരുത്താൻ വേണ്ടിയാണ്, നിനക്ക് സമാധാനം തരാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് ആശ്വാസം തരാൻ വേണ്ടിയിട്ടാണ്. ആ ബലമുള്ള കരത്തിൻ്റെ കീഴിലേക്ക് വരാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ജീവനുള്ള ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ആ സ്നേഹത്തിന്റെ വിളിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അവൻ ശക്തനാണ്, അവൻ കരുത്തനാണ്, അവൻ വാതിലുകൾ തുറക്കാൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വിളി കേട്ട് കടന്നു വരിക. ആത്മീയ ഭാവി ഉണ്ടാക്കി തരുന്നവൻ യേശു. മനുഷ്യന്റെ ആത്മീയ ഭാവി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ 2 വിധത്തിലാണ് ആത്മീയ ഭാവി ബന്ധപ്പെട്ടിരിക്കുന്നത്. 112-ാം സങ്കീർത്തനം 1-2 വാക്യം വായിക്കാം. അവസാനം 7-ാമത്തെ വാക്യം കൂടെ വായിക്കണം. 112-ാം സങ്കീർത്തനം 1-2 വാക്യം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. യഹോവയെ ഭയപ്പെടുന്ന ഒരു അപ്പനും അമ്മയും മകൻ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, മകൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മാതാപിതാക്കന്മാരുടെ ഒരു സമർപ്പണവും സമർപ്പണ ജീവിതവും ഉണ്ടായിരിക്കണം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തലമുറയിൽ നിങ്ങൾക്ക് ജനിക്കാനിട വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു തലമുറയിലായിരിക്കില്ല നമ്മളധികം പേരും ജനിച്ചത്, എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ
മക്കൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മക്കൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. മാതാപിതാക്കന്മാരിൽ കൂടെ അനുഗ്രഹം ഒഴുകുവാണ്ടൊക്കെ വണ്ണം അവർ സമർപ്പണത്തിലേക്ക് കടന്നു വരണം, അവർ തീരുമാനത്തിലേക്ക് കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണമുള്ളതായ ഒരു തലമുറയിൽ മക്കൾ ജനിക്കുമ്പോൾ ആ മക്കളിലേക്ക് ഒരു അനുഗ്രഹം വരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അബ്രഹാമിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ഇസ്ഹാക്കിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, പക്ഷേ യാക്കോബ് യാക്കോബിന്റെ മക്കൾ അപ്രകാരം അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിന്നീടാണ് അവർ ഓരോരുത്തരായി കടന്നു വരുന്നത്. കാരണം അനുഗ്രഹമുള്ള മാതാപിതാക്കന്മാരുടെ തലമുറയിലേക്ക് കടന്നു വരണം. മാതാപിതാക്കന്മാർ തീരുമാനത്തിലേക്ക് വരണം. ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാതാപിതാക്കന്മാർ സമർപ്പണത്തിലേക്ക് വരണം. നിന്നാലേ നിങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കാൻ വരികയുള്ളൂ. മാത്രമല്ല അനുഗ്രഹം. 7-ാമത്തെ വാക്യം, 112-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവന്റെ പല്ല് കടിച്ച് ഉരുകിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് കുറെ കാലമേ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം നാം സമർപ്പണമുള്ളവരായിരിക്കണം. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഒരു കാലം വരെ പറ്റുകയുള്ളൂ. അതിനുശേഷം നാം ഓരോരുത്തരും സമർപ്പണമുള്ളവരായിരിക്കണം. ദുഷ്ടന്റെ ആശ നശിച്ചു പോകണം. പ്രിയപ്പെട്ടവരെ, നിന്നെ ഉപയോഗിച്ച്, എന്നെ ഉപയോഗിച്ച്, സഹോദരി നിന്നെ ഉപയോഗിച്ച് നിന്റെ കുടുംബത്തെ തകർക്കാനുള്ളതായ, നിന്റെ കുടുംബത്തിൽ സമാധാനം കെടുത്താനുള്ളതായ പിശാചിന്റെ തന്ത്രത്തെ നീ ജയിക്കണം. അതിനെ നീ തോൽപ്പിക്കണം. നിന്നെ ഉപയോഗിച്ച് നിന്റെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാക്കാനും, നിന്റെ വരുമാനത്തെ തകർക്കുവാനും, നിന്റെ ഭാവിയെ ഇല്ലാതാക്കാനുമുള്ളതായ നിന്റെ ദുശ്ചിന്തകൾ മൂലം, നിന്റെ ആസക്തികൾ മൂലം, നിന്റെ അരുതായ്മകൾ മൂലം നിന്നെ നശിപ്പിക്കാനുള്ളതായ ആ പിശാചിന്റെ ആ തന്ത്രത്തെ ഞാനും നീയും, പ്രിയപ്പെട്ടവരെ, ജയിക്കണം. എങ്ങനെ ജയിക്കാൻ സാധിക്കും? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചന ഹേതുവായും അവർ ജയിച്ചു എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. എൻ്റെ മദ്യപാനം മാറിയത് ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ്. ഞാൻ എറണാകുളത്ത് റോഡരികിൽ മദ്യപിച്ചു കിടന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ പിതാവ് മദ്യപിച്ചു കിടന്നു. പക്ഷെ എൻ്റെ പിതാവിൻ്റെ മദ്യപാനവും മാറി, എൻ്റെയും മാറി. എപ്പോഴാണെന്നറിയാവോ? മാനസാന്തരത്തിലേക്ക് വന്നു, ക്രിസ്തുവിലേക്ക് വന്നു. നിങ്ങൾക്കുമാകാം സഹോദര, നിനക്കുമാകാം. ഈ പാപത്തിന് മേലെല്ലാം ജയം പ്രാപിക്കാം. മകളെ, നിനക്കും ശാന്തതയിലേക്ക് വരാം. നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി നിൽക്കാം. നിന്റെ മേലും ദൈവത്തിന്റെ കൃപയിറങ്ങും. ഇന്ന് നീ ആരായിരുന്നാലും ശരി, നിന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കും. നിന്നിൽ കൂടെ ദൈവം പ്രവർത്തിച്ച് നിന്റെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹം പകർന്നു തരും. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിലേക്ക് ഒരു സമർപ്പണത്തിലേക്ക് വന്നു. സഖായിക്ക് മനസ്സിലായി തനിക്ക് പാപമുണ്ടെന്നറിയാമായിരുന്നു. പക്ഷേ അവനെതിരെ ആരോപണം വന്നപ്പോൾ സക്കായി ഒരു വാക്ക് തിരുത്തി പറഞ്ഞുള്ളൂ. എന്താണ് സക്കായി പറഞ്ഞ വാക്ക്? സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സക്കായിയുടെ വീട്ടിൽ യേശുവും സക്കായിയും കുടുംബാംഗങ്ങളും കൂടിയിരിക്കുന്നു. യേശുവുണ്ട്, സക്കായിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂടിയിരിക്കുന്നു. സക്കായി തീരുമാനിച്ചു. ഭാര്യയുടെയും മക്കളുടെയും മുഖത്തേക്ക് സക്കായി നോക്കിക്കാണും. സക്കായി തീരുമാനിച്ചു, ഇപ്പോൾ ഞാൻ മിണ്ടാതിരുന്നാൽ, ഇപ്പോൾ ഞാൻ യേശുവിനോട് മിണ്ടാതിരുന്നാൽ എൻ്റെ കുടുംബം നശിക്കും, എൻ്റെ കുടുംബം നശിക്കും. ഇപ്പോൾ ഞാനൊരു തീരുമാനത്തിലേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും തലമുറയും നശിക്കും. സക്കായി യേശുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ തുടങ്ങി. അവൻ്റെ പാപം ഏറ്റുപറയാൻ തുടങ്ങി. അവൻ്റെ പാപം ഏറ്റുപറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സക്കായി യേശുവിൻ്റെ മുമ്പിലിരുന്ന് അവൻ്റെ വീട്ടിലിരുന്ന് കുമ്പസാരിക്കാൻ തുടങ്ങി. സഹോദര, നീ ഹൃദയം തുറക്കണമോ വേണ്ടയോ നീ തീരുമാനിക്കുക. ഇനിയും നിന്റെ പാപത്തെ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, ഇനിയും നിന്റെ പാപത്തോട് യാത്ര പറയുന്നില്ല എങ്കിൽ, ഇനിയും നിന്റെ പാപത്തെ എറിഞ്ഞു കളയുന്നില്ല എങ്കിൽ, സഹോദര, നശിക്കാൻ പോകുന്നത് നീ നിന്റെ കുടുംബവുമായിരിക്കും. സക്കായിക്ക് അത് മനസ്സിലായി. ഇനിയും ഞാൻ ഹൃദയം തുറന്ന് എൻ്റെ പാപത്തെ ഉപേക്ഷിക്കാതിരുന്നാൽ, അന്യായ ബന്ധനങ്ങളെ അഴിക്കാതിരുന്നാൽ, അന്യായമായതെല്ലാം മടക്കി കൊടുക്കാതിരുന്നാൽ, അന്യായമായതെല്ലാം ഉപേക്ഷിക്കാതിരുന്നാൽ, അശുദ്ധി വന്നതെല്ലാം തുറന്നു പറയാതിരുന്നാൽ എൻ്റെ കുടുംബം നശിക്കുമെന്ന് മനസ്സിലായപ്പോൾ സക്കായി യേശുവിനോട് അവൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അവസരം തരികയാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾക്ക് യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഹൃദയം തുറക്കാൻ താല്പര്യമുണ്ടോ? സഹോദര,
നമ്മുടെ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ നാം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് യേശുവിൻ്റെ മുമ്പിൽ ഹൃദയം തുറക്കാൻ താല്പര്യമുണ്ട്? നമ്മുടെ ജീവിതം തുറന്നു കാണിക്കാൻ താല്പര്യമുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലം തുറന്നു കാണിക്കാൻ താല്പര്യമുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തികൾ തുറന്നു കാണിക്കാൻ താല്പര്യമുണ്ട്. ഒരു നിമിഷം നമ്മുടെ തലകളൊന്ന് വണക്കാൻ പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ആ താല്പര്യമുണ്ട് യേശുവിൻ്റെ മുമ്പിൽ ഹൃദയം തുറക്കാൻ? എത്ര പേർക്ക് ആ ദാഹമുണ്ട്? സക്കായിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ ഹൃദയം തുറക്കാതെ പോയാൽ എൻ്റെ കുടുംബം തകർന്നു പോകും, എൻ്റെ കുടുംബം നശിച്ചു പോകും, എൻ്റെ മക്കൾ തകർന്നു പോകും, എൻ്റെ ബന്ധങ്ങൾ തകർന്നു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്കറിയാം സ്കോളർഷിപ്പിനാണ് വില. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്കോളർഷിപ്പിനാണ് വില. എന്നാൽ നാം വളർന്നു വലുതായി കഴിയുമ്പോൾ നമുക്കറിയാം സ്കോളർഷിപ്പിനല്ല വില, റിലേഷൻഷിപ്പിനാണ് വില, ബന്ധങ്ങൾക്കാണ് വില. ഹല്ലേലൂയ ദൈവമക്കളെ, സ്കോളർഷിപ്പിനല്ല വില, ബന്ധങ്ങൾക്കാണ് വില. സഹോദര, ഇനി തുറക്കാതെ പോയാൽ നിന്റെ കുടുംബ ബന്ധങ്ങൾ അഴിഞ്ഞു പോകും, നിന്റെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും, നിന്റെ മേലുള്ളതായ ആ അനുഗ്രഹം മക്കൾക്ക് കിട്ടാതെ പോയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ നീ ഹൃദയം തുറക്കുക, ഇപ്പോൾ നിന്റെ അന്തരംഗം നീ തുറക്കുക, ഇപ്പോൾ നിന്റെ ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ നിന്റെ പാപത്തെ നീ ഏറ്റുപറയുക. അവൻ പാപം ക്ഷമിക്കുന്നവനാണ്, അവൻ പാപം പൊറുക്കുന്നവനാണ്. ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ നിന്റെ കുടുംബത്തിന് നാശം വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയം തുറക്കാം, യേശുവിന് മുമ്പിൽ തുറക്കാം. സക്കായി ഹൃദയം തുറന്നു, യേശുവിനോടെല്ലാം പറഞ്ഞു, കർത്താവേ, ഞാനിതാ പാപത്തോട് യാത്ര പറയുന്നു. മറ്റൊന്നും സക്കായി പറഞ്ഞില്ല. ഇതുവരെയെല്ലാം വന്നതെല്ലാം വന്നു, ഇന്ന് ഞാൻ നിർത്തുകയാണ്. ഇന്നുവരെ വന്നതെല്ലാം വന്നു, ഇന്ന് ഞാൻ ഉപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കെല്ലാം തുറന്നു പറയാൻ താല്പര്യമുണ്ട്? യേശുവിനോട് പറയാൻ താല്പര്യമുണ്ട്. കർത്താവേ, ഇനി ഞാൻ മിണ്ടാതിരുന്നാൽ അതിന്റെ അനർത്ഥം എൻ്റെ കുടുംബത്തിൽ കാണും. ഇനി ഞാൻ മിണ്ടാതിരുന്നാൽ അതിന്റെ അവസ്ഥ എൻ്റെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരും. കർത്താവേ, ഞാൻ ഹൃദയം തുറക്കുന്നു, ഞാൻ ഹൃദയം തുറക്കുന്നു, ഞാൻ ഹൃദയം തുറക്കുന്നു. ഹല്ലേലൂയ ദൈവമക്കളെ, ആരെല്ലാം ഹൃദയം തുറന്നു വരുന്നുണ്ട്, ആരെല്ലാം ഹൃദയം തുറന്നു വരുന്നുണ്ട്. സക്കായി യേശുവിന് മുമ്പിൽ എല്ലാം തുറക്കാൻ തുടങ്ങി. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും, കരുണ ലഭിക്കും, കരുണ ലഭിക്കും, സമാധാനം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം തുറക്കാം, ക്രിസ്തുവിന് മുമ്പിലെല്ലാം തുറക്കാം. ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, മുടിയനായ പുത്രൻ പറഞ്ഞില്ലേ, സ്വർഗത്തിൽ അപ്പനോട് പറഞ്ഞില്ലേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചു, എൻ്റെ കൂടെ ജീവിക്കുന്നവരെയും ഞാൻ വേദനിപ്പിച്ചു. അതാണ് മുടിയനായ പുത്രൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചു, എൻ്റെ കൂടെ ജീവിക്കുന്നവരെയും ഞാൻ വേദനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആർക്കെല്ലാം പറയാനുണ്ട്? കൂടെ ജീവിക്കുന്നവരെ വേദനിപ്പിച്ചു പോയി കർത്താവേ, കൂടെ ജീവിതം പങ്കിടുന്നവരെ വേദനിപ്പിച്ചു പോയി, അവരോട് കുത്തുവാക്ക് പറഞ്ഞു പോയി, യോഗ്യമല്ലാതെ പെരുമാറിപ്പോയി, അവർക്കും വേദന വരുത്തി. ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, കൂടെ ജീവിക്കുന്നവരോട് ഞാൻ പാപം ചെയ്തു പോയി. ഹല്ലേലൂയ ദൈവമക്കളെ, പാപക്ഷമയുടെ ദൈവമാണ് കർത്താവായ യേശു. മകനെ, നിന്റെ ഹൃദയം തുറന്നാൽ അവനും ഹൃദയം തുറന്നു കിടക്കുന്നവനാണ്. അവന്റെ ഹൃദയം തുറന്ന രക്തം നിന്റെ മേൽ ഇറങ്ങി വരുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. നിന്റെ ഹൃദയത്തെ നീ തുറന്നാൽ അവൻ നിന്റെ ഹൃദയത്തെ കഴുകും. നിന്റെ ഹൃദയത്തെ നീ തുറന്നാൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ശാപം മാറും. നിന്റെ ഹൃദയത്തെ നീ തുറന്നാൽ നിന്റെ മക്കളുടെ മേൽ നിന്ന് ശാപം മാറും. പ്രിയപ്പെട്ടവരെ, സക്കായിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഇവൻ അബ്രാഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അബ്രാഹാമിന്റെ മകൻ ആയുസ് പര്യന്തം, പ്രിയപ്പെട്ടവരെ, ജീവനുള്ള കാലം അത്രയും ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ നിൽക്കാനുള്ളതായ അനുഗ്രഹമാണ് ദൈവം അബ്രാഹാമിന് കൊടുത്തത്. പ്രിയപ്പെട്ടവർ, അതാണ് അബ്രാഹാമിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. മരണം വരെയും ദൈവത്തിന് മുമ്പിൽ ഒരു വിശുദ്ധനായും സാക്ഷിയായി നിൽക്കാനുള്ള അനുഗ്രഹം ജീവനുള്ള ദൈവം അബ്രാഹാമിന് കൊടുത്തു. ലൂക്കോസ് 1:74-75 പറയും. പ്രിയപ്പെട്ടവരെ, മരണം വരെയും ദൈവത്തിന് മുന്നിൽ നിൽക്കാനുള്ള സാക്ഷ്യം നമുക്കോ മരണം കഴിഞ്ഞാലും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിന്റെ മുമ്പിൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എന്താകുമെന്ന് അറിഞ്ഞില്ല. പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ മുന്നിൽ നിൽക്കുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവൻ തന്നെ നിർമ്മലീകരിക്കുന്നു. കർത്താവേ, ഞാൻ പാപത്തോട് യാത്ര പറയുന്നു, ഞാൻ അകൃത്യത്തോട് യാത്ര പറയുന്നു, ഞാൻ അന്യായത്തോട് യാത്ര പറയുന്നു, മദ്യപാനത്തോട് യാത്ര പറയുന്നു, കുശുമ്പിനോട് കുന്നായ്മയോട് യാത്ര പറയുന്നു. ഞാൻ മൂലം കർത്താവേ, എൻ്റെ ഭവനം ഇനി വേദനിക്കാനിട വരികയില്ല. സമർപ്പണത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിങ്ങളെ അറിയുന്നു. ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ വീഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്കൊരുമിച്ച് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. നിങ്ങളാരെല്ലാം പ്രിയപ്പെട്ടവരെ ഉറപ്പായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്? യേശു, 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 വേറെ ഒന്നുമില്ല. യേശു, യേശു,
അവൻ്റെ രക്തം, അവൻ്റെ രക്തം, അവൻ്റെ കുരിശ്, അവൻ്റെ കുരിശ്. ഹല്ലേലൂയ. അവൻ്റെ നാമം, അവൻ്റെ നാമം, അവൻ്റെ ബലമുള്ള നാമം, എൻ്റെ ബലമുള്ള ഗോപുരം. ഹല്ലേലൂയ. കൂടി വരുവീൻ പ്രിയപ്പെട്ടവരെ, കൂടി വരുവീൻ, ചേർന്ന് വരുവീൻ, ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് വരുവീൻ. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ, യേശു ക്രിസ്തു മൂലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മുഖത്തപ്പെടുമാറാം.